ഇന്ന് ഞാൻ ഹൈദരാബാദിലെ എല്ലാ ടൗണുകളും എല്ലാ ചേരികളും കാണും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡ്രൈവിങ്ങും പഠിക്കും. കാരണം എൻ്റെ റൂം എവിടെയെന്ന് എനിക്കറിയില്ല. ഞാൻ റൂം എടുത്ത എൻ്റെ റൂം ഞാൻ മറന്നുപോയി. എൻ്റെ സാധനങ്ങളൊക്കെ റൂമിലാണ്. ഒരുപാട് നേരമായിട്ട് ഞാൻ റൂം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്നറിയില്ല. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ രാവിലെ ഇറങ്ങിയിട്ട് ഗോൽക്കൊണ്ട ഫോർട്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ട് റിട്ടേൺ റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3 മണി 3:30 ആയി ഉണ്ടാവും. ഗോൽക്കൊണ്ട ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം ചിന്തിച്ചത്, റൂമിലേക്ക് ഇനി എങ്ങനെ എത്തും. റൂമും ഗോൽക്കൊണ്ട ഫോർട്ടും തമ്മിൽ 12 കിലോമീറ്ററിൻ്റെ മാറ്റമുണ്ട്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഹൈദരാബാദിനേക്ക് പരിചയം. ഹൈദരാബാദിൻ്റെ റൂട്ടുകളൊക്കെ എനിക്ക് പരിചയമുള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. രാവിലെയാണ് ശരിക്കും കാണുന്നത്. ഇന്നലെ രാത്രിയാണ് ഹൈദരാബാദ് എത്തുന്നത്. അതുകൊണ്ട് രാത്രി റൂം എടുത്ത സ്ഥലവും കാര്യമൊക്കെ ഞാൻ ചെറുതായിട്ട് നോട്ട് ചെയ്തെങ്കിലും പക്ഷേങ്കിലും റോഡൊന്നും അത്ര നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ, നൈറ്റ് ആയതുകൊണ്ട്. എൻ്റെ പ്രശ്നം അത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ റൂമും ഞാനും നിൽക്കുന്നത് ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ അകലെയാണ്. ഒരു പരിചയമില്ലാത്ത ഈ നാട്ടിൽ ഏത് റൂട്ടിൽ പോയാലാണ് എൻ്റെ റൂമിലേക്ക് എത്തുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ എനിക്കൊരു ചെറിയൊരു ഐഡിയ ഉള്ളത് എന്താ വെച്ചാൽ ഗൂഗിൾ മാപ്പിൽ ഞാൻ ഇറങ്ങുമ്പോൾ ജസ്റ്റ് നോക്കി വെച്ചിരുന്നു അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ. അതുപോലെ തന്നെ റിട്ടേൺ പോരുമ്പോഴും ഞാൻ 1-2 സ്ഥലങ്ങളും ഒരു മോസ്കൊക്കെ നോക്കി വെച്ചതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിലുള്ളത് ഇപ്പോൾ ഒരു പള്ളി മാത്രമാണ്. ഒരു പുതിയ പണിത പള്ളിയാണത്, അല്ലെങ്കിൽ ഇപ്പോൾ പെയിൻ്റ് അടിച്ചിട്ട പള്ളിയാണ്. അങ്ങനെ ഒരു പുതിയ പള്ളിയാണ് എന്നുള്ളത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളൊരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നുമില്ല. നമ്മളുടെ നാട്ടിലെ ഡ്രൈവിംഗ് ഒന്നും ഹൈദരാബാദിലും ബാംഗ്ലൂരും ഒന്നും വില പോവില്ല. നല്ല രീതിയിൽ ഇവരെ പോലെ തന്നെ ചേരനെ തിന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചേരൻ്റെ നടക്കേണ്ട നിന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ ഇവരുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ പോലെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കഴിയണം. ഒരു ബൈക്കിനുള്ള ചെറിയൊരു ഗ്യാപ്പ് മതി, ആ ഒരു ഗ്യാപ്പിലൂടെ ഒരു ബൈക്കായിട്ട് പോകുന്നതാണ്. രാവിലെ വണ്ടി എടുത്ത് ഗോൽക്കൊണ്ടേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്കിതിൽ ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഇതിൽ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നിയമവും നോക്കരുത്, ആരും ശ്രദ്ധിക്കരുത്. നമ്മളുടെ ട്രാക്കിൽ നമ്മൾ നേരെ നോക്കുക, നേരെ പോവുക. ബ്രേക്ക് ചവിട്ടിയോ ബാക്കിൽ വന്നിടിക്കും, സൈഡിലേക്ക് മാറ്റിയോ സൈഡിൽ വന്നിടിക്കും. അത്രയും നല്ല രീതിയിൽ ശ്രദ്ധയോടെ കൂട്ടിയിട്ട് വേണം നമുക്കിതിൽ ഡ്രൈവ് ചെയ്യാം. പക്ഷേ എങ്കിലും ഒരു സുഖം എന്താ വെച്ചാൽ സ്പീഡിൽ അങ്ങനെ പോവാം. ഇതിൽ ഓടിക്കുന്നവരെല്ലാവരും ഓട്ടോക്കാരായാലും ഇനി ബസ്സായാലും കാറായാലും എല്ലാ വാഹനങ്ങളും ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, അവർ പോകുന്ന ആ ഒരു ട്രാക്കിൽ ആ ഒരു നിർദ്ദിശയിൽ മാത്രമാണ് പോവുക. പിന്നെ ലൈൻ ബസ്സുകളൊക്കെ വരുമ്പോഴാണ് ചെറിയ പ്രശ്നം വരുന്നത്. എന്നൊക്കെയാണെങ്കിലും എൻ്റെ ശ്രദ്ധ ഈ ഒരു ടൈമിൽ ഫുള്ളായിട്ട് റൂമിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു. ഞാൻ സ്പീഡിൽ ഒരുപാട് പോയി നോക്കുന്നുണ്ട്, പക്ഷേ ഒരുപാട് സ്പീഡിലൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം റൂം എവിടെ അറിയില്ല. ഞാൻ നിന്നോടത്തേക്ക് ഒരു 12 കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അവിടേക്ക് ഇനി ചിലപ്പോൾ ഒരു 8 കിലോമീറ്റർ ഉണ്ടാവും. അത്രയും ദൂരം ഇനി എനിക്ക് പോകാനുണ്ടാവും. ഈ 8 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തിയിട്ട് അവിടെ എൻ്റെ റൂം എവിടെയെന്ന് ഞാൻ കണ്ടുപിടിക്കണം. എൻ്റെ റൂമിൽ എൻ്റെ ലഗേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്യാമറ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും, മൊബൈലിൽ ചാർജ് കുറവാണ്. ഇനി മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് വേണം ഇറങ്ങുക. കാരണം എന്താ വെച്ചാൽ എനിക്ക് റൂമിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്തേക്കാണ് ഇറങ്ങാനുള്ളത്. അപ്പോൾ പിന്നെ ഇനി അവിടെ നിന്ന് മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് റൂമിൽ നിന്ന് ഇറങ്ങാമെന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റോഡ് എത്തിയപ്പോൾ എനിക്കൊരു മൈൻഡിക്ക് പെട്ടെന്ന് ഈ റോഡ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു U-ടേൺ എടുക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ നിന്ന് U-ടേൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ കണ്ടിട്ടുള്ള റോട്ടിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും. ഞാൻ തിരിച്ചു പോന്നപ്പോൾ മുന്നിലായിട്ട് നമ്മളുടെ പള്ളി കാണുന്നുണ്ട്. പള്ളി കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം. പള്ളി ഇനിയിപ്പോൾ ഈ റൂട്ടപ്പോൾ ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ തുടങ്ങുവാണ്. ഞാൻ നൈറ്റിലാണ് ഇവിടെ അധികം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പള്ളി തന്നെ അല്ലേ അത്, അങ്ങനെ കൺഫ്യൂഷൻ. പിന്നെ അപ്പോൾ പക്ഷേങ്കിൽ ഈ പള്ളീൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഫ്രണ്ടിലായിട്ട് ഒരു U-ടേൺ കൂടി എടുക്കാണ്ട്. ഒരു U-ടേൺ കൂടി എടുത്തിട്ട് എനിക്ക് പിന്നെ ലെഫ്റ്റിക്ക് പോകണം. അതായത് ഇവിടെ U-ടേൺ അടിച്ച് സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ റൂട്ട് പക്കയാണ്, റൂട്ടിന് യാതൊരുവിധ മാറ്റമല്ല. ഏകദേശം നമ്മൾ അടുത്തെത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഇങ്ങനെ U-ടേൺ എടുത്തപ്പോൾ അതാ കാണണം ഈ വണ്ടി ആക്കണം, ഈ ഓട്ടോയുടെ ബാക്കിൽ ചെറുതായിട്ടൊന്ന് തട്ടി. വലിയ തട്ടൊന്നുമല്ല, ചെറിയൊരു തട്ട അതിൻ്റെ ബമ്പറിന്. അപ്പോൾ ആ ഓട്ടോക്കാരനെ ഗ്ലാസ്സിലൂടെ എന്നെ ഇങ്ങനെ പുറകിലേക്ക് നോക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, ചെറിയ തട്ടിനൊന്നും ഇവരൊന്നും പറയില്ല. അപ്പോൾ എൻ്റെ വണ്ടി തന്നെ പോണ പോക്കിൽ നമ്മളുടെ വണ്ടിമേ മറ്റുള്ള വാഹനങ്ങളൊക്കെ വന്ന് ചെറിയ തട്ടുകളൊക്കെ തട്ടുന്നുണ്ട്. പക്ഷേ എങ്കിൽ അതിനൊന്നും ആരും ഇവിടെ ഒന്നും പറയില്ല. ഇനി ഇവിടെ ഇതാണ് സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ്. ഇതുവരെ എനിക്ക് ഓക്കെയാണ്, ഇവിടെ വരെ ഓക്കെ, ഇവിടെ വരെ വളരെ കറക്റ്റാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുന്നിൽ ഇനി എൻ്റെ റൂമാണ്, എൻ്റെ റൂം കാണാൻ വേണ്ടി കഴിയും. 2 സൈഡിലും ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പോവുകയാണ്. ഇതൊക്കെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു അനുഭവമാണ്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ. പക്ഷേങ്കിൽ റൂം എന്തായാലും കിട്ടണം. നമുക്കിങ്ങനെ കുറച്ച് പെടുന്നതൊക്കെ നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് ഹൈദരാബാദിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു കേട്ടോ. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 8 മണിയായിരുന്നു. 8 മണിക്കൊന്നും ഇവിടെ ഒരു കച്ചവടമല്ല. 2 സൈഡും വളരെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഫർണിച്ചറും കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഫർണിച്ചറൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ റൂമിലേക്ക് വന്ന സമയം, ഹൈദരാബാദിലേക്ക് എത്തുന്ന സമയം എന്ന് പറയുന്നത്
രാത്രി 8 മണി തന്നെയാണ്. ഒരു 7:00 കൂടിയേക്കാണ് ഹൈദരാബാദ് എത്തുന്നത്. ഒരു 9 മണിയോട് കൂടിയാണ് ആ റൂമൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആ നേരത്തെ അത് സഞ്ചരിക്കണം. അപ്പോഴും തന്നെ ഇതുപോലെ വണ്ടികളും ഇല്ല, ഇത്രയധികം ഫർണിച്ചറും കാര്യമില്ല, ഒന്നുമില്ല. വളരെയധികം ഫ്രീ ആയിട്ട് കിടക്കാം. അതുകൊണ്ട് എനിക്ക് റോഡിന് നല്ലൊരു മാറ്റം അനുഭവപ്പെടുന്നുണ്ട്. ഇഷ്ടംപോലെ ചേഞ്ച് ഉണ്ട് റോഡിന്. ഞാൻ കണ്ട കാഴ്ചകളൊന്നും എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഇനി എൻ്റെ റൂം ഈ റോട്ടിലാണ് എന്നുള്ളതിൽ തർക്കമല്ല, പക്ഷേങ്കിൽ ഇവിടെ എവിടെയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ മുന്നിലേക്ക് പോയപ്പോൾ പിന്നെ ഞാൻ എത്തിപ്പെട്ടത് ഒരു ചേരിയിലേക്കാണ്. ഇതിനകത്ത് കൂടെ അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഒരുപാട് ചെറിയ ചെറിയ പോക്കറ്റുകൾ ഇതിൻ്റെ അകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇതിലെ പോകണം എന്നറിയാതെ ഞാൻ ആകെ തരിച്ച് നിൽക്കുന്ന സാഹചര്യമായി. പക്ഷേങ്കിൽ ഇത് പോയിട്ട് ചാടുന്നത് ഒരു മെയിൻ റോഡിലേക്കാണ്. ഈ ഒരു മെയിൻ റോഡിൽ നിന്നും പിന്നീട് എനിക്ക് എങ്ങോട്ട് പോകണം എന്നറിയില്ല. ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ? അപ്പോൾ ഏതായാലും ലെഫ്റ്റ് കയറി പോവുകയാണ്. റോട്ടിലേക്ക് കയറിയപ്പോൾ എനിക്ക് ചെറിയൊരു വ്യത്യാസം അനുഭവപ്പെട്ടു. വ്യത്യാസമല്ല, ഒരു സാമ്യം. ഈ പോയ വഴികളിലൂടെ തന്നെയല്ലേ ഞാൻ അങ്ങോട്ട് പോയത് എന്നുള്ളത്. ഞാൻ അതിലെതിലോ കറങ്ങിയിട്ട് ഈ റോട്ടിലേക്ക് വന്നതാണ് എന്നുള്ളത്. കാരണം ഈ കണ്ട ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു കച്ചവടങ്ങൾ, ഇതൊക്കെ എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ കണ്ട പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കണ്ട പോലത്തെ ഒരു ഫീലല്ല, കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഉറപ്പിക്കാം. കാരണം ഞാനിതൊരു 3ാമത്തെ പ്രാവശ്യമായിരിക്കും ഈ റൂട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. എന്തൊക്കെയാലും ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈ റോഡ് എനിക്ക് പരിചയമായി. ഇവിടുത്തെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ റോഡ് തന്നെയാണെന്നുള്ളതിൽ എനിക്ക് തർക്കമല്ല. ഇനി മുന്നിലേക്ക് പോയാൽ തന്നെ അറിയുള്ളൂ എവിടെയാണ് റൂം വെച്ചാൽ. കുറച്ച് വലിയ ബിൽഡിങ്ങാണ്, ഒരു 4 നില 5 നിലയിലൊരു ബിൽഡിങ്ങാണ്, വലിയൊരു ബിൽഡിങ്ങാണ്. അതിനകത്താണ് നമ്മുടെ റൂമുള്ളത്. ഇതിൻ്റെ പേരെൻ്റെ ഓർമ്മയിൽ ഹോട്ടൽ ബ്ലൂ സ്റ്റാർ എന്നാണ്. അത്ര മാത്രമാണ് നമുക്കറിയുന്ന കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ലാൻഡ്മാർക്കും കാര്യങ്ങളൊക്കെ, ഈ പോയ ലോഡ്ജും കാര്യമൊക്കെ ഞാൻ കണ്ടതാട്ടോ. ഇനിയിപ്പോൾ എനിക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആരോടെങ്കിലൊക്കെ ഹോട്ടലിൻ്റെ പേര് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ചോദിക്കാതെ കണ്ടുപിടിക്കണം എന്നാണ്. പിന്നെ ഞാൻ ഏത് ഭാഷയിൽ ചോദിക്കും? ഇവിടെ ഹിന്ദി അറിയട്ടെ എല്ലാവർക്കും. പിന്നെ ഞാൻ എത്തിപ്പെട്ടത് എൻ്റെ ആ പള്ളീൻ്റെ അടുത്തേക്ക് തന്നെയാണ്. നമ്മുടെ പള്ളി കാണുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഇത് തന്നെയാണ് റൂട്ട് എന്നുള്ളതിൽ. പക്ഷേങ്കിൽ പള്ളീൻ്റെ അവിടുന്ന് ഞാൻ പോകേണ്ടത്, ഞാൻ വരുന്നതിന് ഓപ്പോസിറ്റ്, ഞാൻ നേരെ ബാക്കിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി, കുറച്ചും കൂടി പണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന പള്ളി എന്നൊക്കെ പറഞ്ഞത്. ഇവിടുന്ന് ഇനി തിരിച്ച് തന്നെയാണ് ഞാൻ പോകേണ്ടത്. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ നേരത്തെ യൂട്ടേണൊക്കെ എടുത്ത് പോകുന്ന ആ ഒരു ഏരിയയ്ക്ക് തന്നെ വരും. ഗൂഗിൾ മാപ്പിൽ പിന്നെ സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടി നോക്കി ഇവിടെ തന്നെയാണല്ലോ, അടുത്ത് തന്നെയാണല്ലോ ഞാൻ നിൽക്കുന്നത്, എന്നിട്ട് എനിക്ക് റൂമിലേക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമത്തിലാണ് ഞാൻ. തൊട്ടടുത്ത ആ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിയൊക്കെ കേൾക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ടെൻഷനായി. സമയം, ബാങ്ക് വിളി എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ സമയം കൂടി കണക്കാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ അധികം ടൈം വേസ്റ്റ് ചെയ്യാറില്ല. ഫാസ്റ്റായിട്ട് റൂം കണ്ടുപിടിക്കൽ നിർബന്ധമാണ്. ഞാനിപ്പോൾ ഈ പെട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും എനിക്ക് നിങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ള, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് പോയിരുന്ന റൂട്ടിൽ തന്നെയാണ്, ആ റൂട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുക? ഞാൻ ഈ റൂട്ടിലൂടെ അങ്ങോട്ട് പോകും, വേറെ റൂട്ടിലൂടെ അവിടെ നിന്ന് ഇങ്ങോട്ടും പോരും. അതുകൊണ്ടാണ് എനിക്ക് തലയും പാലും മനസ്സിലാകാതെ പോകുന്നത്. പക്ഷേങ്കിൽ എനിക്ക് ക്യാമറയിൽ ചാർജില്ല, ഫോണിൽ ചാർജില്ല. ഇതൊക്കെ ചാർജ് ചെയ്താൽ മാത്രമാണ് എനിക്ക് നൈറ്റിൽ ലുമിനി പാർക്കും കാര്യമൊക്കെ, നൈറ്റ് ലൈഫ് ഇവിടെ എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇവിടെ നൈറ്റിൽ നെക്ലേസ് റോഡും കാര്യമൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. അത് നമ്മളുടെ ഇതുവരെയുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളെല്ലാവരും പോയി വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്ത് തരണം. ഏതായാലും ഞാൻ ഈ പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും എൻ്റെ റൂം ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല ടെൻഷനുണ്ട്. ഒരുപാട് സമയമായി. ഇനിയും നേരം വൈകിക്കഴിഞ്ഞാൽ രാത്രി എൻ്റെ ഇറങ്ങലൊക്കെ നേരം വൈകും. കുളിക്കണം, അതൊക്കെ ചാർജ് ആവണേ തന്നെ 3 മണിക്കൂർ വേണ്ടി വരും. നല്ല ടെൻഷനിലാണ്. പക്ഷേങ്കിൽ അവസാനം ഞാൻ കണ്ടുപിടിച്ചു. നമ്മളുടെ റൂമിൻ്റെ മേലെയാണ്. രാവിലെ കുഴപ്പമൊന്നുമില്ലേ, പിന്നെ എങ്ങനെ എന്താ ചെയ്യും?